ഇന്ന് ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ദിവസമാണ്. അപ്പോഴാണെങ്കിൽ രാവിലെ തന്നെ ഇറച്ചി മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ചേട്ടായി. അങ്ങനെ ബീഫും ചിക്കനും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച നാളെ പിന്നെ പണികളൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെ അന്നേരപ്പത്തിനും അത് അമ്മച്ചിയൊക്കെ ചക്ക വെട്ടാൻ വേണ്ടിയിട്ട് വറക്കാൻ വേണ്ടിയിട്ട് ചക്കയും വെട്ടി റെഡിയാക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഞാനേതാ ചിക്കനെല്ലാം കഴുകി ബീഫെല്ലാം ഞുറുക്കണം. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഇതുപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നാളെ എളുപ്പപ്പണിയായല്ലോ. വിശേഷ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ ഇറച്ചി മീനൊക്കെ എല്ലാം കൊണ്ടുവന്ന് കഴിയുമ്പോൾ നല്ലൊരു പണി തന്നെയാണ് തലേ ദിവസം. പിന്നെ അതാ ഞാൻ ബീഫൊക്കെ ഞുറുക്കി ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും അതാ പിന്നെ മുന്തിരിങ്ങയും പന്നിയിറച്ചിയും കഷ്ണം മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു പണിയായി, അതെല്ലാം കഴുകി വെക്കണ്ടേ. അതെല്ലാം അപ്പോൾ പന്നിയിറച്ചിയൊക്കെ ഇതുപോലെ ഞുറുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനിങ്ങനെയൊക്കെ കേട്ടോ ഞുറുക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും പെട്ടെന്നൊരു തീരുമാനം, ഒന്ന് സിനിമയ്ക്ക് പോയാലെന്ന്. അങ്ങനെ ഞങ്ങളത് സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുവാണേ. അപ്പോൾ അത് അളിയനും നാത്തൂനൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് 3-4 ദിവസത്തെ ലീവേ ഉള്ളൂ. അപ്പം 2 ദിവസം കൊണ്ട് ബന്ധുക്കാരുടെ വീട്ടിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ സിനിമയ്ക്ക് പോകാനും കൂടെ സമയമില്ല. അങ്ങനെ ഇന്ന് സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണേ. അപ്പോൾ അതാ മൂത്ത ചേട്ടൻ്റെ പിള്ളേരും ഉണ്ട്, അളിയനും നാത്തൂനും അവരുടെ പിള്ളേരും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. അങ്ങനെ സിനിമയെല്ലാം ഞങ്ങൾ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാ പിന്നെ ഒരു പോപ്കോണും കൂടെ മേടിച്ചു കിട്ടും. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഒന്നും കൂടെ മേടിച്ച് ഞങ്ങൾ അവിടെ തന്നെ നിന്ന് എല്ലാവരും കൂടെ വർത്താനം എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലോട്ട് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ചേട്ടായിയുടെ മൂത്ത ചേട്ടൻ്റെ വീട്ടിലോട്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് കുറേ നേരം വർത്താനം എല്ലാം പറഞ്ഞ് അപ്പോഴേ ഞങ്ങൾ മരണമാസ് സിനിമയാണ് കേട്ടോ കണ്ടത്. അത് പറയാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ